എൻ്റെ പേര് ആര്യ, ഇതെൻ്റെ ഡോഗാണ്. ഇവരുടെ പേര് ഡോറ. ഇവള് ലാബിനെത്തി പെട്ടതാണ്. 1 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ഇവിടെ വന്നിട്ട്. ഞങ്ങളുടെ കൂടെയാണ് കിടക്കുന്നത്. പുറത്തൊന്നും പോകത്തില്ല. രാത്രി ഇവിടെ ഫ്രണ്ടിലിരിക്കും. രാവിലെ ഞങ്ങൾ എഴുച്ചില്ലെങ്കിൽ വന്ന് എഴുപ്പിക്കുകയൊക്കെ ചെയ്യും. വേറെ പ്രത്യേകിച്ച് ശല്യം അങ്ങനെയൊന്നുമില്ല. നല്ല സ്നേഹമാണ്. ഈ വീട്ടിൽ എന്നെ മാത്രമേ എപ്പോഴും കടിക്കത്തുള്ളൂ, പക്ഷെ നല്ല സ്നേഹമാണ്. ഞങ്ങളുടെ അടുത്ത് വന്നപ്പം 45 ദിവസം എന്തോ കഴിഞ്ഞു ജനിച്ചിട്ട്. പിന്നെ വന്ന സമയത്ത് നല്ല സ്നേഹമൊക്കെ ആയിരുന്നു, പാവമൊക്കെ ആണ്. പക്ഷെ ഇച്ചിരി കടിയായിരുന്നു ആൾ. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടിക്കാലത്ത് കുറേ കുറുമ്പുകളൊക്കെ കാണിക്കുമായിരുന്നു. ഫാൻ്റെ ഒയർ, പിന്നെ ഡിഷിൻ്റെ ഒയർ, ടെറസിലൊക്കെ ചെന്ന് അതൊക്കെ കടിക്കും. പിന്നെ ചെരുപ്പൊക്കെ കടിച്ചുകൊണ്ട് പോവും, പൊട്ടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര കുറുമ്പത്തിയാണ്, എന്നാലും പാവമാണ്, നല്ല സ്നേഹമൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഇവർക്ക് അറിയാം. അപ്പോഴേ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. പിന്നെ എപ്പോഴും അടുത്ത് ആരെങ്കിലുമൊക്കെ വേണം, അല്ലെങ്കിൽ ആ ശക്തിക്ക് ഭയങ്കര വിഷമമായിരിക്കും. അങ്ങനെയൊക്കെയാണ്, മൂഡ് ഓഫാണ്. എപ്പോഴും അടുത്ത് ആരെങ്കിലും ഒരാളെങ്കിലും വേണം. പിന്നെ ഞങ്ങൾ വരുമ്പോൾ നല്ല സ്നേഹമായിരിക്കും. ഡയറക്റ്റൊക്കെ ചാടി കയറും. കുറച്ച് നേരം നമ്മളെ കൂടെ ആയിരിക്കും. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളെ പുറകെ വന്നുകൊണ്ടേയിരിക്കും. ഒരിടത്ത് ഇരിക്കുന്നില്ല. ഇപ്പം നമ്മളിവിടെ നിന്ന് എഴിച്ച് പോകണമെങ്കിൽ അവളും കൂടെ നമ്മളെ കൂടെയൊക്കെ വരും. അങ്ങനെയൊക്കെയാണ്. അതിപ്പോൾ ആര് വന്നാലും ശരി അവളുടെ വായിൽ എന്തെങ്കിലും വേണം. പ്രത്യേകിച്ച് ചെരുപ്പൊക്കെ വെച്ചുകൊണ്ടിരിക്കും. ആരെയും കടിക്കത്തൊന്നുമില്ല. വരുമ്പോൾ ഒന്ന് കുരയ്ക്കും, അത്ര തന്നെ. പിന്നെ അവരടുത്ത് സ്നേഹം കാണിച്ച് പൊക്കോളും. എന്തെങ്കിലും വായിലെടുത്ത് വെച്ചിരിക്കും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മുടെ ഡോഗ് ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ ആയപ്പം നമ്മുടെ വീട്ടിലെ ഫുഡ് തന്നെ കൊടുക്കും. മലക്കറി ഇന്ന ഫുഡൊന്നുമില്ല. മലക്കറി ആയാലും അവൾ കഴിച്ചോളും. ചിക്കൻ, മീൻ വേണമെന്നില്ല. മലക്കറി ആയാലും അവൾ കഴിച്ചോളും. ഇഡലി, സാമ്പാർ നല്ല ഇഷ്ടമാണ്, കഴിക്കും. മലക്കറിയൊക്കെ നന്നായിട്ട് കഴിക്കും. പ്രത്യേകിച്ച് അമ്മയടുത്താണ് കൂടുതൽ സ്നേഹം. അമ്മ എവിടെ ഇരിക്കുമോ അതിൻ്റെ അടുത്ത് ഇവളും കാണും. പിന്നെ ഓരോരുത്തരുടെ അടുത്തും ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ പ്രത്യേകിച്ച് അമ്മയടുത്തായിരുന്നു കൂടുതൽ സ്നേഹം. എൻ്റെ അടുത്തുണ്ട്. ഈ വീട്ടിൽ ഞങ്ങൾ 4 പേരുണ്ട്. പക്ഷെ 4 പേരിൽ എന്നെ മാത്രമാണ് എപ്പോഴും കടിക്കണത്. കടിക്കുന്നത് നല്ല കടിക്കും, പക്ഷെ സ്നേഹിച്ചാൽ നല്ല സ്നേഹിക്കും. ഇപ്പോൾ ആരെങ്കിലും ഇല്ലെങ്കിൽ ഉള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട്. ഒറ്റയ്ക്കാണെങ്കിലും ഇവൾ കൂടെ കാണും. ഞാൻ എവിടെ ഇരിക്കുമോ അവിടെ ഇരിക്കും. ഞാൻ ഈ കട്ടിൽ കിടക്കുന്നെങ്കിൽ അവിടെ വന്ന് താഴെ കിടക്കും, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം കിടക്കും. ചോറ് അങ്ങനെയാണ്, വാരി കൊടുക്കണേനെ ഇഷ്ടം. പാത്രത്തിൽ കൊടുക്കുന്നേക്കാളും പുള്ളിക്കാരിക്ക് ഉരുട്ടി കൊടുത്താൽ നിറച്ച് കഴിക്കും. ഇഡ്ഡലി, സാമ്പാർ, വെള്ളരിക്ക, ക്യാരറ്റ്, ഇതൊക്കെയാണ് ഇഷ്ടം. തേങ്ങ ചിരണ്ടിയാൽ അപ്പോഴവിടെ എത്തും ആൾ. അപ്പോഴത് വേണം, കൊടുത്തല്ലാതെ അവിടെ നിന്ന് പോകില്ല. പിന്നെ ഇവിടെ കൂടുതൽ 4 പേരാണെങ്കിലും, പക്ഷേ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ എവിടെ ഇരിക്കുമോ അവിടെ വന്നിരിക്കും. കുഞ്ഞിലെ വലിയ കാര്യം. പിന്നെ ഈ പറമ്പിൽ ആരെയല്ല, അപ്പുറത്തെ വീട്ടിൽ ആരെ കണ്ടാലും പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും അപ്പുറത്തെ വണ്ടി വന്നാൽ സൗണ്ട് കേട്ടാൽ അപ്പോഴും ഗേറ്റിൻ്റെ അടുത്ത് വരും. ഗേറ്റിൽ വന്ന് നോക്കിയോടെ നിൽക്കും. ഇഷ്ടമുള്ളത് കുളിക്കാൻ ഭയങ്കര ഇഷ്ടം. കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ബാക്കിലൊരു ടീപ്പ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് കയറി അങ്ങ് ഇരുന്നോളും. അങ്ങ് കുളിപ്പിക്കുന്നേരം അവിടെ ഇരുന്ന് അതിന് തലയൊക്കെ തോർത്തി തുടച്ചൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന് അകത്ത് കയറിക്കോളും. ഇപ്പോഴേത് രാത്രി കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഉടനെ നേരെ അവിടെ പോവും, പൈപ്പിൻ്റെ മുട്ടിൽ പോവും. വെള്ളം കുടിക്കുന്നതും പൈപ്പിൽ നിന്ന് ഡയറക്റ്റേ കുടിക്കില്ല, പാത്രത്തിൽ കൊടുത്താൽ കുടിക്കില്ല. വെള്ളം വേണമെന്നപ്പോൾ പൈപ്പിൻ്റെ മുട്ടിൽ പോയി നിൽക്കും. അപ്പോഴേ വെള്ളം തുറന്ന് കൊടുക്കുമ്പോൾ കുടിച്ചോളും. ഭക്ഷണം നമ്മൾ അവളെ പാത്രത്തിൽ നിന്ന് നമ്മൾ കൊടുത്താലും എടുത്താലും, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും സ്നാക്ക് കൊടുത്താലും അങ്ങനെ ഒന്നും കടിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യില്ല. അതിനൊന്നും മിണ്ടില്ല. നമ്മൾ കൊടുക്കണത് കഴിക്കും. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വരുന്നത് എങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല, പക്ഷേ പുള്ളിക്കാരി ഗേറ്റിൻ്റെ അടുത്ത് നിന്നോളും. വന്ന് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും കയ്യിൽ കൊടുക്കണം. മിക്കവാറും എൻ്റെ ഷോളാണ് പിടിച്ച് വാങ്ങണത്. ആ ഷോളിനെ ചുരുട്ടി ഇഴക്കിയില്ല, ചുരുട്ടി എടുത്ത് കൊണ്ടുവന്ന് പൈപ്പിൻ്റെ മുട്ടി കൊണ്ടുവന്ന് അങ്ങ് വയ്ക്കും. പിന്നെ കുറച്ച് നേരത്തേക്ക് നോക്കണ്ട, ഭയങ്കര തുള്ളലാണ്. ഞാൻ ഇടയ്ക്ക് കുറച്ച് സുഖമില്ലാതെ ആശുപത്രിയിലായി. ആയെങ്കിലും ഇവൾക്കുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. ഫുഡിൻ്റെ കേസും കാണാൻ പറ്റാതെ ഒക്കെ ഭയങ്കര വിഷമമായിപ്പോയി. നമ്മളെ വീട്ടിലൊരു കുട്ടിയെ പോലെ തന്നെ നോക്കണം. നമ്മൾ അച്ഛനമ്മയെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നെ അമ്മയെന്നാണ് പറയുമ്പോൾ ഓടി വരും. അമ്മ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഓടി എൻ്റെ അടുത്ത് വരും. അതുപോലെ പിള്ളേരെ പേരൊക്കെ അറിയാം, 2 മക്കളെ പേരും പറഞ്ഞാൽ അറിയാം. 100% ഉണ്ട്. എന്നുവെച്ചാൽ പുള്ളിക്കാരി ഇല്ലാതെ നമുക്കില്ല. എവിടെ പോയാലും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണമെന്നാണ് ഓടി എത്തും നമ്മൾ. രാവിലെ എഴുതി കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ
ഇവിടെ ഫ്രണ്ടിലിരുത്തി അവൾ ഇവിടെ ഇരുന്നോളും, വെളിയിലൊന്നും പോകത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് വരും, ഇവള് പകൽ മൊത്തം ഉറങ്ങുക, എന്നിട്ട് രാത്രി മൊത്തം ഉണർന്നിരിക്കുക. അതാണ് ഇവളുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ. വേണ്ടപ്പെട്ട ഒരാളാണ് എന്ന് വെച്ചാൽ, ഇപ്പം ആ വീട്ടിൽ അമ്മയൊന്നും ഇല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഇവളുള്ള ധൈര്യമുണ്ട്, പേടിയൊന്നും കാണത്തില്ല ഇവളുള്ളതുകൊണ്ട്, അങ്ങനെ ഒരു ധൈര്യമുണ്ട്. വളരെ ഇതൊരിതാണ്, പക്ഷേ ഒരിക്കലും മറക്കത്തില്ല. ഇവക്കൊല്ലം പറ്റിപ്പോയാൽ നല്ല വിഷമമാണ്, വയ്യാണ്ടായാലും നല്ല വിഷമമായിരിക്കും. എന്നുവെച്ചാൽ പഠിച്ച് ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ അടുത്ത് ചെന്ന് അടുത്തിരുന്നാൽ മതി, നല്ലൊരു സമാധാനമായിരിക്കും. ഇപ്പോൾ പഠിക്കുമ്പോഴായിരിക്കും അടുത്ത് വന്ന് കിടക്കും. എന്നുവെച്ചാൽ വീട്ടിലൊരാളെ പോലെ തന്നെ നമ്മളും കാണുന്നത്. അവളായാലും ഇങ്ങോട്ട് ഭയങ്കര സ്നേഹമായിരിക്കും. എന്നുവെച്ചാൽ ഇവളെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരാൾ തന്നതാണ്. അപ്പോഴത്തേക്കും കിട്ടിയ സമയത്തെന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ആരും ഇല്ലാത്ത സമയത്തൊക്കെ ഒരു കൂട്ടിനായിട്ട് ഇവളെ ഉള്ള സമാധാനമാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നാലും ആദ്യമൊക്കെ കുറയ്ക്കുമെങ്കിലും പിന്നെ എൻ്റെ അടുത്തുള്ള അതേ സ്നേഹമായിരിക്കും അവരുടെ അടുത്തും കാണിക്കണം. ആശാത്തി കാണുമ്പോൾ ഒന്ന് കുറയ്ക്കും, അത് കഴിഞ്ഞാൽ ആൾ ഇണങ്ങിക്കോളും. അങ്ങനത്തെ ഒരിതാണ്. കടിക്കത്തൊന്നുമില്ല, ഇതുവരെ ആരെയും കടിച്ചിട്ടൊന്നുമില്ല, എന്നെ അല്ലാണ്ട് വേറെ ആരെയും കടിച്ചിട്ടില്ല ഇതുവരെ.